A circle is to be drawn passing through the ends of a line 5 centimeter long, and the angle on the circle on one side of the line should be 80. What should be the radius of the circle? ഇത്രേ ഉള്ളൂ. അതായത് ഒരു സർക്കിളില് അല്ലെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിന്റെ രണ്ടറ്റത്ത് കൂടി ഒരു സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കാണുന്നുണ്ടെങ്കിൽ നമ്മള് ഡയമീറ്റർ ആണെന്നൊന്നുമില്ല കേട്ടോ. സർക്കിൾ ഇട്ട് വന്നില്ലല്ലേ, പോട്ടെ, ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കുന്നല്ലേ. അതായത് ഒരു 5 സെന്റിമീറ്റർ, ഇവിടെയാണ് ഒരു 5 സെന്റിമീറ്റർ വരുന്നെങ്കിൽ ആ 5 സെന്റിമീറ്ററിന്റെ രണ്ടറ്റത്ത് കൂടിയും സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു ഭാഗത്തുള്ള വൃത്തത്തിലെ കോണാണ് 80 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മളുടെ ചിത്രത ഇങ്ങനെ വരും. ഓക്കെ, അതായത് 5 സെന്റിമീറ്ററിന്റെ രണ്ടറ്റത്ത് കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിള്, അതിൽ ഒരു വൃത്തത്തിന്റെ ഒരു ഭാഗത്ത് വരക്കണം. വരയുടെ വശത്തുള്ള ഒരു വൃത്ത ഭാഗത്തിലെ അല്ലെ one side of the line should be 80. അതായത് ആംഗിൾ ഓൺ സർക്കിൾ ഓൺ വൺ സൈഡ് ഓഫ് ദ ലൈൻ, അതായത് ലൈനിന്റെ വരയുടെ ഒരു ഭാഗത്തെ വൃത്തത്തിലെ കോൺ 80 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വരയുടെ ഒരു ഭാഗത്തെ വൃത്തത്തിലെ കോൺ 80 ആയിട്ട് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2r sin 80 = 5 സെന്റിമീറ്റർ എന്ന് എടുക്കാം അല്ലെ. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് റേഡിയസ് കാണണം. അപ്പൊ നമ്മൾ sin 80യുടെ വാല്യൂ കൊടുത്തു, 0.98 എന്ന് കൊടുത്തു. ഇനി 0.98 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 5/0.98 എന്ന് വരും. ദെൻ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയാണല്ലോ. അപ്പൊ താഴെ മേലിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മേലെ 500 വരും, താഴെ 98 എന്നും വരും. 500നെ 98 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.1 എന്ന് കിട്ടും. ഓക്കെ, 500നെ 98 ഡിവൈഡ് ചെയ്യുമ്പോൾ 5.1. 500നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 98 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സാധാരണ ഡിവിഷൻ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതായത് 500ൽ എത്ര 98 ഉണ്ട്? ഓക്കെ, 5 എണ്ണം വരും. 8×5 40, 0 ശിഷ്ടം 4 വരും. 9×5 40, 8×5 40, 0 ശിഷ്ടം 4, 9×5 45, 4 49. അപ്പൊ ഇവിടെ എത്ര വരും? 0. ദെൻ 10 9 പോയാൽ 1 വരും. ദെൻ 4 0 വരും. ഒരു 0 ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ദെൻ 100ൽ എത്ര ഉണ്ട്? 198 98. ദെൻ 100ന്ന് 98 പോകുമ്പോൾ 2, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പൊ 20ൽ 98 വരില്ല. അപ്പൊ നമ്മളിവിടെ 0 കൊടുത്തു. അപ്പൊ 5.10 എന്നാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ അതിന് 5.1 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 സംഖ്യ മതി. അപ്പൊ 5.1 എന്ന് എഴുതി. 2r ആണ് 5.1. നമ്മളോട് ചോദിച്ചിട്ടുള്ള റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 2r എന്ന് പറഞ്ഞ ഡയമീറ്റർ അല്ലേ, അതിന്റെ പകുതി കണ്ടാൽ മതി. ഓക്കെ, 5.1ന്റെ പകുതി 2.55. എങ്ങനെയാണ് 2.55 കിട്ടിയ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ 51നെ നമ്മൾ 2 ഡിവൈഡ് ചെയ്യാം. സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ 51നെ 2 ഡിവൈഡ് ചെയ്യാം. 5ൽ 2 പ്രാവശ്യം വരും. 2 2 4. 5ന്ന് 4 പോയാൽ 1 കിട്ടും. 1നെ താഴോട്ട് ഇറക്കി എഴുതി. 11ൽ എത്ര പ്രാവശ്യം വരും? 5 പ്രാവശ്യം വരും. 2 5 10 വരും അല്ലെ. ഇനി 11ന്ന് 10 പോയാൽ 1 താഴോട്ട് ഇറക്കി എഴുതാൻ നമ്പർ ഇല്ല. അപ്പൊ നമ്മളൊരു 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മളൊരു പോയിന്റ് കൊടുക്കണം. ഓക്കെ, ഇനി 10ൽ എത്ര ഉണ്ട്? 5 എണ്ണം. 5 2 10 വരും. ദെൻ റിമൈൻഡർ 0. ഇപ്പൊ റിമൈൻഡർ 0 ആയല്ലോ അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ പോയിന്റ് ഇല്ലാതെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ന്യൂമറേറ്ററിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയിന്റ് എടുത്താൽ മതി. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? ഒരു സംഖ്യ. അപ്പൊ ഈ പോയിന്റിന് ഒരു സ്ഥാനം കൂടി ഇപ്പുറത്തോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 2.55 സെന്റിമീറ്റർ റേഡിയസ് കിട്ടിയില്ല. ഓക്കെ.